താമരശ്ശേരിയിലെ ഈ ആശുപത്രി ജീവനക്കാരുടെ പ്രതിഷേധമുണ്ട്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സലാം, ആശുപത്രിയിൽ ഡോക്ടർമാരടക്കം പ്രതിഷേധിക്കുന്ന രംഗമാണോ നമ്മളിപ്പോൾ കാണുന്നത്? ആശുപത്രിയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധത്തിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അവരുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ബിബിൻ ഡോക്ടറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അത് പ്രതിഷേധിച്ചിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരുടെ പിതാവ് ഡോക്ടറെ വിട്ടി എന്നുള്ള ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. വിപിന്റെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. ഡോക്ടർക്കെതിരെയുള്ള ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു എന്ന IMAയുടെ പ്രതിനിധി ഡോക്ടർ സുൽഫി നൂഹ് മീഡിയ വണ്ണിനോട് അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ താമരശ്ശേരിയിൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. സലാം മുഹമ്മദും ഒപ്പം തന്നെ T നന്ദഗോപാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മരിച്ച ഡോക്ടർ വിപിന്റെ തലയ്ക്ക് വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മകൾക്ക് നീതി ലഭിച്ചില്ല. മകളുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമല്ല. അതിന് കൃത്യമായ മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. തുടക്കം മുതൽ തന്നെ വലിയ അനാസ്ഥയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ഈ കുട്ടിയോട് കാണിച്ചത് എന്നാണ് കുട്ടിയുടെ പിതാവ് സനൂപ് പറയുന്നത്. ഏതായാലും ഈ സനൂപിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി T നന്ദഗോപാലും ഒപ്പം തന്നെ സലാം മുഹമ്മദും ഉണ്ട്. ഇപ്പോൾ അവിടെ ജീവനക്കാരുടെ പ്രതിഷേധം നടക്കുകയാണ്. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, ജീവനക്കാരോട് സലാമിന് പ്രതികരണം തേടാം. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ തയ്യാറായിരിക്കുന്നത്. അവരുടെ സഹപ്രവർത്തനായിട്ടുള്ള ഡോക്ടർ ബിബിൻ എന്ന ഡോക്ടർക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഡോക്ടർക്ക് തലയ്ക്ക് സാരമായി പരിക്കേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജീവനക്കാരെല്ലാവരും തന്നെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. താമരശ്ശേരി നഗരത്തിലൂടെ ഈ പ്രതിഷേധമായി ഇപ്പോൾ താമരശ്ശേരി ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടി നിന്നുകൊണ്ട് ഈ ഡോക്ടർക്ക് പരിശ്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഡോക്ടർമാരുടെ ഈ സുരക്ഷ സംബന്ധിച്ച് അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർക്ക് നേരിടുന്ന അതിക്രമത്തിനുള്ള പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഇവിടെ നിലവിലുള്ളത്. ഏതായാലും താമരശ്ശേരി ആശുപത്രിയിലെ സേവന പ്രവർത്തനം നിർത്തിവെച്ചു മുഴുവൻ ജീവനക്കാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർമാരും അതുപോലെ മറ്റ് ജീവനക്കാർ, സ്റ്റാഫ് നഴ്സുമാർ, അതുപോലെ മറ്റ് ജീവനക്കാരൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരമാണ് ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.